ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസിലൂടെ കടന്നു പോകുന്ന അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ റെപ്റ്റൈൽ. ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു. സംശയാസ്പദമായ ഒരുപാട് സസ്പെക്റ്റുകൾ പോലീസുകാരുടെ മുന്നിലുണ്ട്. എന്നാൽ അവരുടെ യഥാർത്ഥ മോട്ടീവ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇതിലാരായിരിക്കും എന്ന ചോദ്യം നിൽക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ് ക്ലൈമാക്സിൽ വരുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കാമുകൻ രണ്ടുപേരും പ്രണയിക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. അവരവരുടെ കുടുംബ കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോൾ ഈ കാമുകി പെണ്ണ് സ്വിമ്മിംഗ് ചെയ്യാൻ വേണ്ടി ചില കൂട്ടുകാരോടൊപ്പം പോകുന്നു. ഈ സമയത്ത് കാമുകൻ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അയാളുടെ അമ്മൂമ്മയും കൂടെയുണ്ട്. വലിയ ബിസിനസ്സുകാരനാണ് ഈ കാമുകൻ. പുള്ളിക്കാരൻ നല്ലൊരു സ്പീച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ സ്പീച്ചിന് കാണിയായി തന്റെ കാമുകി ഇല്ലല്ലോ എന്ന വിഷമമുണ്ട് അയാൾക്ക്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ പ്രാണസഖി കട്ടിലിൽ കിടക്കുന്നുണ്ട്, ഒന്നും മിണ്ടാതെ. ഇവൻ ചോദിക്കും, എന്തുകൊണ്ടാണ് നീ വരാത്തതെന്ന്. അവള് പറയും, എനിക്ക് സുഖമില്ലായിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി, ഐ എം സോറി, അടുത്ത തവണ വരാം. ശരി, എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് മാറിപ്പോകും. പിറ്റേന്ന് കാലത്ത് തന്നെ ഇവൻ ജോലിക്ക് പോവാണ്. അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഈ പെണ്ണ് എഴുന്നേറ്റ് വീടെല്ലാം വൃത്തിയാക്കുന്നു. ഈ വീട് വൃത്തിയാക്കുന്ന സമയത്താണ് അവൾ ഒരു പാമ്പിൻ ചട്ട കാണുന്നത് വീടിനകത്ത്. ഉടനെ അവൾ കാമുകനെ വിളിക്കുന്നുണ്ട്. അവൻ ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അവൻ ഇന്നലത്തെ ദേഷ്യമുണ്ട്. ഈ സമയം ഒരു പഴയ കാറ് ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. ഈ കാമുകന്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ വൈകുന്നേരമാണ് നമ്മുടെ ലവർ ബോയ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. എന്തോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്ന് വീടിനകത്ത് കയറി ഭാര്യയുടെ പേര് വിളിക്കുന്നു. ഭാര്യ വിളി കേൾക്കുന്നില്ല. ഇവൻ മുകളിലത്തെ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ തന്റെ ഭാര്യ അവിടെ മൃഗീയമായി കൊല്ലപ്പെട്ട് കിടക്കാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ കഥയിലെ നായകൻ ഒരു മിഡിൽ ഏജ് പോലീസ്മാൻ. പുള്ളിക്കാരന് ഒരു കാമുകിയുണ്ട്. കുട്ടികളൊന്നും ആയിട്ടില്ല. ഇന്ന് കാമുകിയുമായി കൂട്ടുകാരുടെ പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ് ഹീറോ. തന്റെ കൂടെ ജോലി ചെയ്യുന്ന പോലീസുകാർ തന്നെയാണ് ഇങ്ങേരെ കൂട്ടുകാര്. അങ്ങനെ പാർട്ടിയിൽ എല്ലാവരും തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെ കൂട്ടത്തിലെ സീനിയർ ഓഫീസർക്ക് ഒരു കോള് വരുന്നത്. സിറ്റിയിൽ ഒരു കൊലപാതകം സംഭവിച്ചിരിക്കുന്നു. ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത്. സോ സ്പോട്ടിലേക്ക് നമ്മുടെ സീനിയറും ഹീറോയും കൂടി കാറിൽ പോകുന്നു. ഈ പോകുന്ന വഴി സീനിയർ പറയും, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, നീ ആരോടും പറയാൻ പാടില്ല. എനിക്ക് മൾട്ടിപ്പിൾ സിറോസിസ് ഉണ്ട്. ഇപ്പോഴാണ് റിസൾട്ട് വന്നത്. പേടിക്കണ്ട, ഞാൻ അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല, കുറച്ചു കാലം കൂടി ജീവിക്കും. എന്റെ ഫാമിലിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമാവുന്നത്. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും അവരെ സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. വീട് നിറച്ചും പോലീസുകാരുണ്ടാവും. ഹീറോയും സീനിയറും കൂടി ബോഡി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. കത്തി കൊണ്ട് ഒരുപാട് തവണ കുത്തിയാണ് പെണ്ണിനെ കൊന്നിരിക്കുന്നത്. അതിലും കുത്തിന്റെ ശക്തി കൊണ്ട് ആ കത്തി ലേഡിയുടെ പെൽവിസിൽ കുടുങ്ങി തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. അതല്ലാതെ മറ്റ് തെളിവുകളൊന്നും തന്നെ ആ മുറിയിൽ കാണുന്നില്ല. അത് കഴിഞ്ഞ് ഇവര് ഒരു അയൽക്കാരി പെണ്ണിനെ ചോദ്യം ചെയ്യും. ആ പെണ്ണ് ഈ വീട്ടിലേക്ക് ഒരു കാറ് വരുന്നത് കണ്ടിരുന്നു. ഈ പെണ്ണിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർക്കിടയിൽ മുടി ഒരുപാട് വളർത്തിയ കുറച്ച് സ്ട്രേഞ്ച് ഫീല് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ വരുന്നുണ്ട്. ഈ പെണ്ണ് പറയാണ്, ഒരാള് കാർ നിർത്തി വീടിനകത്തേക്ക് കയറിപ്പോന്ന് ഞാൻ കണ്ടു. ഹുഡി ധരിച്ചിരുന്നോണ്ട് തന്നെ ആളെ വ്യക്തമല്ല. പ്രായമുള്ളതാണോ ഇല്ലാത്താണോ അതൊന്നും അറിയില്ല. എന്നാൽ അയാള് കാലിന് മുടന്തുള്ളത് പോലെയാണ് നടന്നു പോയത്. അത് മാത്രമേ ലേഡി കണ്ടിട്ടുള്ളൂ. ഹീറോ നോക്കുമ്പോൾ അയൽവാസികളുടെ CCTV ക്യാമറ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇവര് ഭർത്താവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. ആദ്യമേ ഹീറോ പുള്ളിക്കാരന്റെ കാമുകി മരിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, സോറി പറയുന്നു. അത് കഴിഞ്ഞ് ഇന്ന് കാലത്ത് നിങ്ങൾ ഇറങ്ങിപ്പോകാൻ നേരം കാമുകിയിൽ എന്തെങ്കിലും സ്ട്രെയിഞ്ച് ആയിട്ട് ഫീൽ ചെയ്തോ എന്ന് ചോദിക്കും. അയാൾ പറയും, ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ രാത്രി ചെറിയൊരു കാര്യം പറഞ്ഞ് ഞങ്ങൾ വഴക്കടിച്ചിരുന്നു. എന്റെ മീറ്റിംഗിലേക്ക് അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. 1-2 തവണ അവൾ എന്നെ വിളിച്ചിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല. ഹീറോ ചോദിക്കും, ഇന്ന് ആരെയെങ്കിലും അവൾ മീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഇല്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയും ഈ കാമുകൻ. നിങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായല്ലോ, എന്തുകൊണ്ട് അവളെ നിങ്ങൾ മാരി ചെയ്തില്ല എന്ന് ഹീറോ ചോദിക്കും. അയാൾ പറയും, ടെക്നിക്കലി അവൾ ഓൾറെഡി മാരീഡ് ആണ്. അയാളിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിച്ചിട്ടില്ല. അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പൊ ഹീറോ അയാളുടെ പേരെന്താണെന്ന് ചോദിക്കും. സാം ഗിഫോർഡ് എന്നാണ് അയാളുടെ പേര്. ഇവർ പ്രോട്ടോകോൾ പ്രകാരം കാമുകന്റെ DNA-യും മറ്റു ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അയാളെ പറഞ്ഞോളൂ, ഈ മരിച്ച പെണ്ണിന്റെ ഫോൺ കാണാതായിട്ടുണ്ട്. ആ ഫോൺ കിട്ടുകയാണെങ്കിൽ അവൾ അവസാനമായി ആർക്കെല്ലാമാണ് കോണ്ടാക്ട് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സൈബർ സെല്ല് മുഖാന്തരം അന്വേഷിക്കണം. അതിന് കുറച്ചുകൂടെ സമയം വേണ്ടിവരും. ജോലി കഴിഞ്ഞ് ഹീറോ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. തന്റെ കാമുകി കാത്തിരിപ്പുണ്ട്. അവന്റെ വീട്ടിൽ എന്തോ പണി നടക്കായിരിക്കും. ഒരു പണിക്കാരനുണ്ടാവും കൂടെ. ഹീറോ തന്റെ ജോലി
ജോലിയിലുണ്ടാവുന്ന എല്ലാ സംഭവങ്ങളും ഭാര്യയോടും പറയാറുണ്ട്. അവളോടും ചില സജഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഈ സമയത്ത് പ്രസ് മീറ്റിലേക്ക് നമ്മൾ നേരത്തെ കണ്ട ആ മുടിയൻ വരുന്നുണ്ട്. പ്രസ് മീറ്റിൽ നടന്ന കൊലപാതകത്തെക്കുറിച്ച് പോലീസുകാർ പറയുന്നു. കുറ്റവാളിയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും എന്ന് അവർ പറയുന്നുണ്ട്. ഈ സമയം ഹീറോയുടെ കയ്യിൽ ഒരു മുറിവ് അവന്റെ ഭാര്യ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങനെ പറ്റിയെന്ന് അറിഞ്ഞില്ല. പിറ്റേന്ന് ഹീറോയും ബഡ്ഡി പോലീസുകാരനും കൂടി ഓട്ടോപ്സി റിപ്പോർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. ഡോക്ടർ പറയും 33 തവണ കുത്തിയിട്ടുണ്ട് ആ പെണ്ണിനെ. പക്ഷെ ബോഡിയിൽ നിന്ന് മറ്റൊരാളുടെയും ഫിംഗർ പ്രിന്റ് കണ്ടുകിട്ടിയിട്ടില്ല. റേപ്പ് ചെയ്തതിന്റെ അടയാളങ്ങളില്ല. എന്നാൽ റീസെന്റ് ആയി അകത്തുപോയ സീമൻ കിട്ടിയിട്ടുണ്ട്. അത് ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ്. പിന്നെ ബോഡിയിൽ നിന്ന് ഒരു ബ്ലോണ്ട് ഹെയർ കിട്ടിയിട്ടുണ്ട്. അത് മരിച്ച പെണ്ണിന്റെ അല്ല, വേറെ ആരുടെയോ ആണ്. അത് കൂടാതെ കയ്യിൽ ഒരു പെയിന്റിന്റെ അടയാളം. അത് രക്തമല്ല, പെയിന്റ് ആണ്. പഴയ വീടുകളിൽ മരം ചെതല് പിടിക്കാതിരിക്കാൻ അടിക്കുന്ന പെയിന്റാണത്. ഹീറോ ആ പെണ്ണിന്റെ കയ്യിലേക്ക് നോക്കിയിട്ട് കയ്യിലുണ്ടായ മുറിവ് എങ്ങനെ സംഭവിച്ചതായിരിക്കുമെന്ന് ചോദിക്കും. ഡോക്ടർ പറയും ചിലപ്പോൾ അത് ഡിഫെൻസ് ചെയ്തപ്പോൾ കൈക്കേറ്റ പരിക്കുകളായിരിക്കാം, അറിയില്ല. ഈ സമയത്ത് ഹീറോയുടെ കൈ മുറിഞ്ഞിട്ടുള്ളത് ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കിച്ചണിൽ നിന്ന് കൈ കട്ടായതാണെന്ന് പറയും ഹീറോ. അത് കഴിയുമ്പോൾ ഇവർക്ക് അയൽ വീട്ടിലെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. അതിലൊരു പഴയ കാറിന്റെ താഴ്ഭാഗം മാത്രമേ ഇവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാർ ഏതാണെന്ന് പോലും അറിയില്ല. അതിനകത്തുണ്ടായിരുന്ന ആളെയും കണ്ടിട്ടില്ല. ഒരു പോലീസുകാരൻ പറയും ആ കാർ പഴയ 90s ബിഗ് സെലബ്രേ ആണെന്ന്. അതന്നെയാണോ എന്നും കൺഫേം അല്ല. അത് കഴിഞ്ഞ് ഇവർ വീണ്ടും ആ പെണ്ണിന്റെ കാമുകനെ കാണാൻ ചെല്ലുന്നു. അയാളുടെ കയ്യിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ പഴയ ഭർത്താവിന്റെ ഒരു ഫോട്ടോ ഹീറോ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ കാമുകനോട് ചോദിക്കും ഈ പെണ്ണിന് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നോ എന്ന്. അയാൾക്ക് അറിയില്ല. മേ ബി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതൊരു കാരണമല്ലേ കൊല്ലാൻ. അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇയാളുടെ കിച്ചൺ നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതുപോലൊരു കിച്ചൺ എന്റെ വീട്ടിലും പണിയണം എന്ന് പറയും ഹീറോ. അത് കഴിഞ്ഞിവര് ഈ മരിച്ച പെണ്ണിന്റെ സ്വിമ്മിംഗ് ക്ലാസ്സിലെ കൂട്ടുകാരിയെ ചെന്ന് കാണും. ആ പെണ്ണിന് പഴയ ഭർത്താവിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാൾ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും എനിക്ക് അറിയില്ല എന്ന്. അവൾക്ക് വേറെ ഏതെങ്കിലും കാമുകന്മാരുണ്ടോ അതോ പിന്തുടരുന്ന ആൾക്കാരുണ്ടായിരുന്നോ, അങ്ങനെ ആരെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോഴും ആ പെണ്ണ് പറയും അറിയില്ലാന്ന്. അത് കഴിഞ്ഞ് തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്ന് കേസിനെ പറ്റി ഗാഢമായി ചിന്തിക്കുകയാണ് എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഹീറോ ആ കിച്ചണിൽ കണ്ട എക്യുപ്മെന്റ്സ് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ പറ്റുക നോക്കായിരിക്കും. ആ നേരമാണ് ബഡ്ഡി പോലീസുകാരൻ ഒരു ഫൂട്ടേജുമായിട്ട് വരുന്നത്. ഈ മരിച്ച പെണ്ണിന്റെ പഴയ ഭർത്താവ് അപരിചിതന്മാരിൽ നിന്നും അവരറിയാതെ മുടി കട്ട് ചെയ്തെടുത്ത് അതുകൊണ്ട് ആർട്ട് ഉണ്ടാക്കി വിൽക്കും. അതിന്റെ പേരിൽ അവനെതിരെ ഒരുപാട് കേസുകളുണ്ട്. ഒരു വികൃതമായ മനുഷ്യൻ. സോ അയാൾ ഇവർക്ക് കൂടുതൽ സംശയമായി. ഇവരെങ്ങനെയൊക്കെയോ അഡ്രസ്സ് കണ്ടുപിടിച്ച് പുള്ളിക്കാരന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട് ആൾതാമസില്ലാത്ത കണക്കിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ജനാല തുറന്നു നോക്കുമ്പോൾ അകത്ത് ആളുണ്ട്. പോലീസുകാർ പറയും ഞങ്ങൾ പോലീസാണ്, സാം ഗിഫോർഡിനെ കാണണം, അദ്ദേഹം എവിടെയാണ്. ഈ വീടിനകത്തുണ്ടായിരുന്ന ആ മെലിഞ്ഞ മനുഷ്യൻ ഞാൻ തന്നെയാണ് സാം ഗിഫോർഡ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും. ഇവർ വീടിന് ഫ്രണ്ടിൽ വന്നിട്ട് നിങ്ങളെ ഭാര്യയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവർക്ക് നേരെ ഒരു അറ്റാക്ക് സംഭവിച്ചു. ഈ ഭർത്താവ് എന്തുപറ്റി, അവൾ ഓക്കെ ആണോ, അവൾക്ക് എന്തെങ്കിലും പറ്റിയോന്ന് ചോദിക്കും. അറിയാത്ത പോലെ. ഇവര് പറയും അതെ അവർ കൊല്ലപ്പെട്ടു, നിങ്ങൾ ഇപ്പോഴാണോ ആ വിവരം അറിയുന്നത്. അയാൾ പറയും അതെ എനിക്കറിയില്ലായിരുന്നു. പോലീസുകാര് കഴിഞ്ഞ സാറ്റർഡേ നിങ്ങൾ എവിടെയായിരുന്നു എന്നതിന് തെളിവുണ്ടോ. അയാൾ പറയും തെളിവൊന്നുമില്ല, ഞാൻ ഫിഷിങ്ങിന് പോയിരിക്കുകയായിരുന്നു, ആ ദിവസം മുഴുവൻ ഞാൻ ഫിഷിങ്ങിലായിരുന്നു. അപ്പൊ പോലീസുകാർ ശ്രദ്ധിക്കുന്നുണ്ട് ആ മരിച്ച പെണ്ണിന്റെ കയ്യിലുണ്ടായിരുന്ന അതേപോലത്തെ പെയിന്റ് ഇയാളുടെ കയ്യിലുണ്ട്. അതെന്താണ് നിങ്ങളുടെ കയ്യിൽ, എവിടുന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ കൈകാലം വിറച്ചിട്ട് പറയും ഞാൻ എന്റെ വീട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദയവേത് ശല്യപ്പെടുത്താതെ പോയിക്കോളൂ, ഞാനിപ്പോ സംസാരിക്കുന്ന അവസ്ഥയിലല്ല. ഇവര് ഞങ്ങൾക്ക് അകത്ത് വരണം, ചില കാര്യങ്ങളും കൂടി ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എന്റെ റൈറ്റ്സിനെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്, എന്റെ വക്കീലുമായിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ കുറ്റവാളിയാണ് എന്നതിന് തെളിവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്കെന്നും പറഞ്ഞ് ഇയാൾ അകത്ത് കയറി ഡോർ അടയ്ക്കും. അത് കഴിഞ്ഞ് ഹീറോ തന്റെ ഭാര്യയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. അവൾ ഒരു ഡാൻസ് പ്രോഗ്രാമിലായിരിക്കും. ഭാര്യയോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് 50% ലേഡി കൊലപാതകികളും അവരുടെ പഴയ എക്സുകളായിരിക്കും, എക്സ് ഹസ്ബൻഡോ എക്സ് കാമുകനായിരിക്കും. എന്തായാലും ഇത്രയും മൃഗീയമായിട്ട് കൊല്ലണമെങ്കിൽ അവളോട് പകയുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കണം. ഈ നേരത്തെ കാണിച്ച ഹീറോയുടെ സീനിയർ ഇല്ലേ, അയാള് ഹീറോയുടെ ഭാര്യയുടെ അമ്മാവനാണ്, ഇവരെ റിലേറ്റീവ് ആണ്. പിന്നെ ഈ മുട്ട ഹീറോയുടെ ക്ലോസ് ഫ്രണ്ടും ആണ്. അയാൾ ഇവരെല്ലാവർക്കും ഒരു കീ ചെയിൻ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഹീറോ തന്റെ ബഡ്ഡി പോലീസുകാരനോട് ചോദിക്കും താനും തന്റെ കാമുകിയും 6 വർഷമായിട്ട് ഒരുമിച്ച് കഴിയല്ലേ, പിന്നെന്താ കല്യാണം കഴിച്ചാൽ, കുട്ടികളൊക്കെ വേണ്ടേ. അവൻ പറയും ഞാൻ ഈ ലോകത്തേക്ക് വന്നത് തനിച്ചാണ്, ഇവിടുന്ന് പോകുന്നതും തനിച്ചായിരിക്കും, അതുകൊണ്ട് കല്യാണം കുട്ടികൾ ഈ പരിപാടിക്കും കുഴപ്പത്തിനൊന്നും ഞാനില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ ഒരു സംഭവം കണ്ടുപിടിക്കുക. ഈ മരിച്ച പെണ്ണിന്റെ കാമുകനും അയാളുടെ അമ്മൂമ്മയും ചേർന്ന് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി നടത്തുന്നുണ്ട്. അതിനു
വേണ്ട മീറ്റിംഗ് ഒക്കെയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് വേണ്ടി ഈ മരിച്ച കാമുകി പെണ്ണ് ചില വീടുകളൊക്കെ കച്ചവടം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവൾക്കതിന്റെ കമ്മീഷൻ കൊടുത്തിട്ടില്ല ഇവരെ കമ്പനി. അതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നിയിട്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോ നേരെ ആ കാമുകന്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും ചെന്ന് എന്തുകൊണ്ടാണ് അവൾക്ക് കമ്മീഷൻ കൊടുക്കാത്തതെന്ന് ചോദിക്കും. അവര് പറയും അവളുടെ കമ്മീഷൻ എല്ലാം അവൾക്ക് വേണ്ട മറ്റൊരു പ്രോപ്പർട്ടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോയിരിക്കുകയാണ്. മുഴുവൻ പണവും പോകുമ്പോൾ ആ പ്രോപ്പർട്ടി അവൾക്ക് സ്വന്തമാകും, അതിന് ടാക്സും അടയ്ക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് അവൾക്ക് പോകേണ്ടിയിരുന്ന കമ്മീഷനൊക്കെ ഈ പ്രോപ്പർട്ടിയിലേക്ക് മാറ്റിയത്. ആ കമ്മീഷൻ എത്ര രൂപ കാണും എന്ന് ഇവർ ചോദിക്കും. ഏകദേശം $70,000 ഉണ്ടാവും ആ കമ്മീഷൻ തന്നെ. ആ പണം ഇപ്പോഴും അവളുടെ പേരിലാണുള്ളത്, വൈറ്റ് കോംബ് എന്ന കമ്പനിക്ക് കീഴിലായിട്ട്. ആ കമ്പനി ആരുടെ പേരിലാണ് ചോദിക്കുമ്പോൾ ഈ അമ്മൂമ്മയുടെ പേരിലാണ്. അപ്പൊ ആ 70,000 റുപ്പീസ് അവൾക്ക് പോകേണ്ട പണം അതിനി ആ പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് പോവുക? ലീഗലി അവളുടെ ഭർത്താവായ ആൾക്ക്. ലീഗലി ഭർത്താവ് ഇവര് നേരത്തെ പോയി കണ്ട ആ എലീസ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. സോ അത് തന്നെ ഒരു മോട്ടീവ് ആണെങ്കിലോ, പഴയ ഭർത്താവിന് പണത്തിന് വേണ്ടി അവളെ കൊന്നാണെങ്കിലോ. ഈ ഒരു സംശയത്തോടെ പോലീസുകാർ തിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ നമ്മുടെ കാമുകൻ, ആ പെണ്ണിന്റെ കാമുകന്റെ വീട്ടിലേക്ക് രാത്രിയിൽ ആ മുടി വളർത്തിയ മനുഷ്യനല്ലേ അയാൾ കടന്നു വന്നിട്ട് നിങ്ങളുടെ പേരിൽ ഉള്ള ഒരുപാട് ഇമെയിൽസ് എന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്, ഞാനത് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞ് കുറെ കത്തുകൾ കൊടുക്കും. എന്നിട്ട് ഈ കാമുകൻ സാമിനോട് ചോദിക്കും, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന്. അയാൾ പറയും, ഇല്ല എനിക്കറിയില്ല, ഓർമ്മയില്ല. അപ്പൊ ഈ മുടിയൻ, നിനക്കറിയില്ലെങ്കിലും നിന്റെ അമ്മൂമ്മയ്ക്ക് എന്നെ അറിയാം, ഒന്ന് വിളിച്ച് ചോദിക്കുന്നു പറയും. ഇത് കേട്ടുടനെ സാം ദേഷ്യപ്പെട്ട് അവന്റെ ഡോറ് വലിച്ചടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇയാൾ സമ്മതിക്കാതെ കാലിടയിൽ കയറ്റിവെക്കും. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നതല്ല, ഒരാള് മരിച്ച വീടല്ലേ, എന്റെ ഖേദം പ്രകടിപ്പിക്കാൻ വന്നാണ് എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോക്കും. പിറ്റേന്ന് ഹീറോയ്ക്ക് മറ്റൊരു വിവരം കിട്ടും. ഈ പെണ്ണ് മരിക്കുന്ന ദിവസം 7:40 അവളുടെ ഫോൺ വീട്ടിൽ നിന്നും ഏകദേശം 45 മിനിറ്റ് യാത്ര ചെയ്ത എത്തുന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതായത് അവൾ അവിടെ പോയിട്ടുണ്ട് എന്നർത്ഥം. ആ സ്ഥലത്ത് പണ്ടൊരു പ്രോപ്പർട്ടി അവൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അത് സെയിലായ സ്ഥലമല്ലേ, പിന്നെ എന്തിനാണ് അവൾ അങ്ങോട്ട് പോകുന്നത്? ഈ സംശയത്തോടെ ഇവർ ആ പ്രോപ്പർട്ടി ഉള്ള സ്ഥലത്തേക്ക് ചെല്ലുന്നു. അതൊരു പള്ളിയാണ്. ഈ പള്ളിക്ക് അകത്ത് കയറി നോക്കുമ്പോഴാണ് ആ പള്ളി പുതുതായി പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുക. ആ പെയിന്റ് ആണ് ഈ പെണ്ണിന്റെ കയ്യിൽ ഓട്ടോപ്സി റിപ്പോർട്ട് എടുക്കുമ്പോൾ കണ്ടത്. ഹീറോ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയുടെ കെയർ ടേക്കർ വരുന്നുണ്ട്. സാർ, നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്ന് ചോദിച്ചിട്ട്. ഇത് പുതിയ പള്ളിയാണ്, ഇനിയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല, ഞാനാണ് ഇവിടുത്തെ കെയർ ടേക്കർ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വന്നു പോകാറുണ്ട്. ഹീറോ അയാൾക്ക് മരിച്ച പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ പെണ്ണിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അയാൾ ഇല്ലാന്ന് പറയും. പഴയ ഭർത്താവിന്റെ ഫോട്ടോയും കാണിച്ചു കൊടുക്കും. അത് കണ്ടിട്ടും പുള്ളിക്കാരന് മനസ്സിലായിട്ടില്ല. കാറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതുപോലത്തെ കാറും കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പോ ഒരു വിവരം മാത്രം കിട്ടിയിട്ടുണ്ട്. അന്നേ ദിവസം ആ പെണ്ണി ചർച്ചിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളുടെ കയ്യിൽ ഈ പെയിന്റിന്റെ പാടുണ്ടായിരുന്നു. പക്ഷെ അവൾ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് എന്നറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് കൂട്ടുകാരൻ പോലീസ് വിളിച്ച് പറയുക, ആ ബോഡിയിൽ നിന്ന് കിട്ടിയില്ലേ മുടി, അതേതോ വിഗ്ഗിലുണ്ടായിരുന്ന മുടിയാണ്, ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടായിരുന്നതല്ല. സോ ആ മുടി വെച്ച് ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവൾ മരിക്കുന്ന ദിവസം ഒരു നമ്പറിൽ നിന്ന് ഇവൾക്ക് കോള് പോയിട്ടുണ്ട്. ആ നമ്പർ അന്നേ ദിവസമാണ് ആക്ടിവേറ്റഡ് ആയത്. ഇവൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ആ നമ്പറിലേക്ക് കോൾസ് ഒന്നും പോയിട്ടില്ല. അതേപോലെ മരിച്ച പെണ്ണ് അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നതെല്ലാം തന്നെ അവളുടെ ഭർത്താവിനെയാണ്. മറ്റ് നമ്പറുകളിലേക്ക് കോള് പോയിട്ടില്ല. സോ അന്വേഷണം ഈ പാതി വഴിക്ക് നിൽക്കുമ്പോൾ ഹീറോയുടെ ഭാര്യ അന്ന് ആ വീട്ടിലേക്ക് വന്ന കാറിന്റെ അടിഭാഗം കണ്ടിട്ട് പറയും, ഇത് നീ ഉദ്ദേശിക്കുന്ന കാറല്ല, ഇങ്ങനത്തെ ഒരു കാറ് ഞാൻ ഓടിച്ചിട്ടുണ്ട് 90s. ക്രിസ്ലർ ഇമ്പീരിയൽ എന്നാണ് ആ കാറിന്റെ പേര്. എന്റെ അച്ഛൻ മേടിച്ച കാറായിരുന്നു അത്, ഞങ്ങളത് വിറ്റു. ആ കാറിന്റെ ഹെഡ്ലൈറ്റിനൊരു പ്രത്യേകതയുണ്ട്, അത് തന്നെത്താനെ തുറന്നടയും. അന്ന് അതൊരു സ്റ്റൈലായിരുന്നു. സോ ഇവർ അങ്ങനത്തെ കാറ് വിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ചെന്ന് ചെക്ക് ചെയ്യുന്നു. ഇവര് കണ്ട കളറിലുള്ള കാറുകളില്ല, അതേപോലെ പണ്ട് വിറ്റതിന്റെ തെളിവുമില്ല. സോ ആ വഴി ഡ്രോപ്പ് ചെയ്ത് ഹീറോ വീണ്ടും നമ്മുടെ കാമുകനെ ചെന്ന് കാണുന്നു. ഇപ്രാവശ്യം കാമുകന് ഹീറോയോടൊരു കാര്യം പറയാനുണ്ടാവും. സംഭവം ആ മുടിയൻ ഹീറോയുടെ വീട്ടിലേക്ക് വന്ന് സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്തു. വീടിനകത്തേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നറിയില്ല, എനിക്ക് സംശയമുണ്ടെന്ന് പുള്ളിക്കാരൻ പറയും. ആളെങ്ങനെയാണ് പരിചയം എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഈ സാം പറയും, പണ്ട് ഞങ്ങളൊരു സ്ഥലം മേടിച്ചിരുന്നു, ഒരു ഫാമുള്ള ഒരു കൃഷിക്കാരന്റെ സ്ഥലം. അയാൾ ചോദിച്ച പണം കൊടുത്തിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പക്ഷെ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞ് ആ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തു. പുള്ളിക്കാരന്റെ മകനാണ് ഈ മുടിയൻ, ഞങ്ങൾ കാരനാണ് പുള്ളി ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞ് ഇയാൾ ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ സെർവറൊക്കെ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സത്യത്തിൽ ഞങ്ങൾ നിരപരാധികളാണ്, ചോദിച്ച പണം കൊടുത്താണ് അത് വാങ്ങിച്ച്, ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഇത് കേട്ട് ഹീറോ പറയും,
പേടിക്കണ്ട, അയാൾ വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. ഇപ്രാവശ്യം ഞങ്ങൾ ഒരു തവണ സംസാരിച്ച് നോക്കട്ടെ, അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാലോ. ഇത് കഴിഞ്ഞ് തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്ന ഹീറോയ്ക്ക് ഈ മരിച്ച പെൺകുട്ടിയുടെ കോൾ ലിസ്റ്റ് കിട്ടുന്നുണ്ട്. അതിൽ കുറച്ച് നാൾ മുന്നേ ഈ പെൺകുട്ടി FBI വിളിച്ചിട്ടുണ്ട്. നാർക്കോട്ടിക്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ഡ്രഗ്സിന്റെ വ്യാപാരത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പൊ FBI-ക്കാര് DEAയുടെ നമ്പർ കൊടുത്ത് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അത് ഡ്രഗ്സിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്നാൽ ഈ പെണ്ണ് അങ്ങോട്ട് വിളിച്ചില്ല. പിന്നീട് ഒന്നും തന്നെ മിണ്ടിയിട്ടുമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ആ ചോദ്യം അവിടെ നിൽക്കെ ഹീറോയും ബഡ്ഡിയും കൂടി ഈ മുടിയനെ കാണാൻ ചെല്ലുന്നു. കാമുകന്റെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയില്ലേ അയാളോട് നീ എന്തുകൊണ്ട് കാമുകന്റെ വീട്ടിലേക്ക് ചെന്നു? വഴക്കുണ്ടാക്കാൻ ചെന്നാണോ? എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും, അവന്റെ കാമുകീനെ കൊന്നതാരാണെന്ന് എനിക്കറിയാം, അവൻ തന്നെയാണ്. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല നിങ്ങൾ. എന്നാൽ അവനും അവന്റെ അമ്മൂമ്മയും ചേർന്നിട്ടാണ് ഒരുപാട് കൊള്ളത്തരങ്ങൾ ചെയ്തിരുന്നത്. ആൾക്കാരെ ഭീഷണിപ്പെടുത്തി അവരുടെ സ്ഥലങ്ങളെല്ലാം തട്ടിപ്പറിച്ചത് ഇവര് രണ്ടുപേരും ചേർന്നിട്ടാ. ആ പെണ്ണിനെയും ഇവര് തന്നെയായിരിക്കും കൊന്നിട്ടുണ്ടാവുക. കള്ളന്മാരാണ്, പെരും കള്ളന്മാര്. എന്റെ കുടുംബം നശിക്കാൻ കാരണവും ആ രണ്ട് സൈത്താനുകൾ തന്നെയാണ്. അവരുടെ അവസ്ഥയൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയത്. ആരെയും ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഇത് കേട്ട് ഹീറോ പറയും, നീയും ഇപ്പോൾ ഞങ്ങളുടെ ഒരു സസ്പെക്റ്റ് ആണ്. ഇനി ആ വീട്ടിലേക്ക് നീ കയറി ചെന്നാൽ ഞങ്ങൾക്ക് നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. നിന്നെ ഞങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നില്ല, ചില കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്, വിളിക്കുമ്പോൾ വരണമെന്ന് പറഞ്ഞ് ഹീറോയുടെ ID കാർഡ് അയാൾക്ക് കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങും. അത് കഴിഞ്ഞ് ഈ പോലീസുകാരെല്ലാം കൂട്ടം കൂടിയിരുന്ന് കളിയും തമാശയും ചർച്ചകളൊക്കെ ആയിരിക്കും. ഓരോ ക്രൈമിലും ഇന്നയാളായിരിക്കും കുറ്റവാളി അല്ലെങ്കിൽ ഇന്നയാളായിരിക്കും കുറ്റവാളി എന്ന് പറഞ്ഞ് ഇവർ ബെറ്റ് വെച്ച് കളിക്കാറുണ്ട്. ഇപ്രാവശ്യം അതുപോലെ ബെറ്റ് വയ്ക്കുന്നു. ഈ സമയം ഹീറോയ്ക്ക് ആ പെൺകുട്ടിയുടെ കയ്യിലെ മുറിപ്പാടുകൾ കാണുമ്പോൾ അതിലൊരു വശത്ത് ആരെങ്കിലും കടിച്ചതായിരിക്കുമോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. ഇവര് വീണ്ടും അവളുടെ സ്വിമ്മിംഗ് കൂട്ടുകാരി, നേരത്തെ കണ്ട മരിച്ച പെണ്ണിന്റെ നേരത്തെ കണ്ട സ്വിമ്മിംഗ് കൂട്ടുകാരി, അവളെ ചെന്ന് കാണുന്നു. എന്നിട്ട് സത്യം പറയൂ, ഈ പെൺകുട്ടിക്ക് വേറെ കാമുകന്മാരുണ്ടായിരുന്നോ അതോ പഴയ ഭർത്താവുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ എന്ന് ചോദിക്കവര്. അവൾ ഇപ്രാവശ്യം സത്യം പറയും. അവൾ ഈ സാമിന്റെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിലും പഴയ ഭർത്താവുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഇവരിടയ്ക്കിടെ കണ്ടുമുട്ടുന്നുണ്ടായിരുന്നു, ആരും അറിയാതെ. അവര് സെയിൽ ചെയ്ത വീടുകളിൽ, പൂട്ടിക്കിടക്കുന്ന വീടുകളിൽ വെച്ച് ഇവര് കണ്ടുമുട്ടിയിരുന്നു. അവിടെ വെച്ചാണ് സംഗമിച്ചതൊക്കെ. അപ്പൊ ഈ കാര്യം എന്തേ നേരത്തെ പറയാതിരുന്നത് എന്ന് പോലീസ് ചോദിക്കും. അവള് പറയും, ഞാൻ പോലീസിനോട് സംസാരിച്ചാൽ എന്റെ ബോയ് ഫ്രണ്ടിന് അത് വലിയ കുഴപ്പമാവും, അവനാണ് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോ ഞാൻ അവനുമായിട്ട് പിരിഞ്ഞു. എന്റെ ബോയ് ഫ്രണ്ടും ഈ മരിച്ച പെണ്ണിന്റെ പഴയ ഭർത്താവും കൂട്ടുകാരായിരുന്നു. അവര് രണ്ടുപേരും ചേർന്ന് ഹെറോയിനും കോക്കും കച്ചവടം ചെയ്തിരുന്നു, മയക്കുമരുന്ന് കച്ചവടം ചെയ്തിരുന്നു. ഒരുപക്ഷെ പോലീസ് എന്നോട് സംസാരിച്ചാൽ ഇത് പുറത്തു വരുമെന്നറിഞ്ഞിട്ടാണ് അവൻ എന്നെ ബ്ലോക്ക് ചെയ്ത്. ഇപ്പൊ പിന്നെ പിരിഞ്ഞല്ലോ, അവൻ കുടുങ്ങിയാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ടായിരിക്കണം ഇവൾ അസത്യം പറഞ്ഞത്. ഇത് കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഒരു കോള് വരുന്നുണ്ട്. സംഭവം ഈ മരിച്ച പെണ്ണിന്റെ ശരീരത്തുണ്ടായിരുന്ന സീമൺ അത് പഴയ ഭർത്താവിന്റെയാണ്. അവളെ ശരീരത്തുനിന്ന് കിട്ടിയ മറ്റൊരാളുടെ ഏക DNA അത് പഴയ ഭർത്താവിന്റെയാണ്. സോ സംശയം കൂടാതെ പോലീസുകാർ അവന്റെ വീട് വളയുന്നു. നിന്റെ ഭാര്യയെ കൊന്ന കേസിൽ ഞങ്ങൾ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്, അവളുടെ ശരീരത്തു നിന്നും തന്റെ DNA കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഞങ്ങൾ ഒരുമിച്ച് കിടന്നാണ്, അതുകൊണ്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അല്ലാതെ ഞാൻ അവളെ കൊന്നിട്ടില്ല. അതെല്ലാം സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം, താൻ ഡ്രസ്സ് മാറടോ എന്ന് പറഞ്ഞ് മറ്റേ പോലീസുകാരൻ അവനെ ഡ്രസ്സ് മാറിക്കാൻ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്നൊരു വെടിയൊച്ച കേൾക്കും. ഹീറോ എന്താണെന്നറിയാൻ വേണ്ടി അടുത്ത മുറിയിലേക്ക് ചെല്ലുകയാണ്. ഈ ബഡ്ഡി പോലീസുകാരന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് തട്ടിപ്പറച്ച് ആ പഴയ ഭർത്താവ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പുറകെ നിന്ന് ഹീറോ 1-2 വെടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുറകെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആ വെച്ച വെടിയെന്നെ കൊണ്ട് അയാൾ മരിച്ചു കഴിഞ്ഞു. ആൾക്ക് അനക്കമില്ല. ഇവർക്ക് അയാളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് പൊതി ഡ്രഗ്സും കണ്ടുകിട്ടും. അതിൽ ഒരു പൊതി പൊട്ടിക്കിടക്കുന്നുണ്ട്. കൂട്ടുകാരൻ പോലീസ് അയാളുടെ പ്ലാസ്റ്റർ വെച്ച് വലിച്ചൊട്ടിക്കുന്നുണ്ട്. അവരാണ് ഈ ഡ്രഗ്സൊക്കെ കണ്ടുപിടിക്കുന്നതും കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നത്. ഇപ്പം എന്തായാലും ഹീറോ കാരണം ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഗണ്ണ് തിരിച്ചു വാങ്ങിച്ച് ഇനി എൻക്വയറി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും അവന് സർവീസിൽ കയറാൻ പറ്റുക. ഇപ്പം ആ മരിച്ച ആള് തന്നെയാണ് ഭാര്യയെ കൊന്നത്, അയാൾ ഒരു ഡ്രഗ്സ് കച്ചവടക്കാരൻ കൂടി ആയിരുന്നു എന്നുള്ള ന്യൂസ് പേപ്പറിലും TV-യിലൊക്കെ വരും. കേസ് അങ്ങനെ ക്ലോസ് ചെയ്തു പോലീസുകാർ. എന്നാൽ ഇവിടെ സംശയമായിട്ട് നിൽക്കുന്ന മുടന്തുള്ള ഒരുത്തൻ ക്രിസ്ലർ കാറിൽ വന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതേപറ്റിയൊന്നും ഈ കേസിൽ പറയുന്നില്ല, അതിനെക്കുറിച്ചുള്ള തെളിവുമില്ല. സോ ഈ കേസ് പൂർണ്ണമായി തെളിയാതെ ക്ലോസ് ചെയ്തതിൽ ഹീറോയ്ക്കൊരു മനതൃപ്തിയില്ല. എന്തായാലും അവന്റെ എൻക്വയറി കഴിഞ്ഞു. ആള് കുറ്റക്കാരനല്ല, കൊല ചെയ്യാൻ ശ്രമിച്ച ആളെയാണ് കൊന്നത് എന്ന പേരിലും അത്രയും ഡ്രഗ്സ് ഒക്കെ കണ്ടുപിടിച്ചതിന്റെ പേരിലും ആൾക്കൊരു അവാർഡ് കിട്ടാൻ പോകുന്നുണ്ട്. ഓഫീസിലേക്ക് അവനെ തിരിച്ചെടുക്കുന്നു. വലിയ സ്വീകരണമൊക്കെ ഉണ്ട്. വൈകുന്നേരം കൂട്ടുകാർ പാർട്ടിയും കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മുട്ട കൂട്ടുകാരൻ പറയും, നിനക്ക് പ്രായമായില്ലേ, റിട്ടയർ ആവാൻ സമയമായി, ഇനി ഒരുപാട് കാലം പോലീസ് കളിച്ച് നടക്കാൻ പറ്റില്ല, എന്റെ കമ്പനിയിലേക്ക് വായോ, ഞാനൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്, നിനക്കതിൽ ജോലി ചെയ്യാം, അത്യാവശ്യത്തിന് പണം ഉണ്ടാക്കാം, നല്ല ബിസിനസ്സാണ്. ഇതാ മുട്ട കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കയ്യിലെ വാച്ച് ഹീറോയ്ക്ക് ഇഷ്ടാവുന്നുണ്ട്. റോളക്സിന്റെ വാച്ച്
വാച്ചാണത്. വാച്ച് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ മൊട്ട നീ എടുത്തോടാന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ആ വാച്ച് കൊടുക്കും. പക്ഷെ ഹീറോ സ്വീകരിക്കുന്നില്ല. ഒരുപാട് വിലയുള്ളതല്ലേ, നീ തന്നെ വെച്ചോ എന്ന് പറയും. അത് കഴിഞ്ഞ് ഡാൻസ് പാർട്ടിക്കിടയ്ക്ക് ഹീറോ ഇങ്ങനെ മാനം നോക്കി നിൽക്കുന്ന കണ്ടിട്ട് കൂട്ടുകാരൻ അതിൽ നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ ചൂസ് ചെയ്തോ, ഞാൻ സംസാരിച്ച് റെഡിയാക്കി തരാം, ഇത് വലിയ വീടല്ലേ, ഇവിടെ ആരും അറിയില്ല, ഞാനും പറയില്ല, നീ സന്തോഷിക്കുന്നു പറയും. എന്നാൽ ഹീറോ എനിക്ക് ഓൾറെഡി ഒരാളുണ്ടല്ലോടാ, പിന്നെ ഇതിന്റെ ആവശ്യമില്ല, ഞാൻ മറ്റൊരു ടെൻഷനിലാണ്, എനിക്കിതൊന്നും വേണ്ടെന്ന് പറയും. അത് കഴിയുമ്പോൾ അങ്കിൾ പോലീസുകാരൻ ഇവരെ ടീമെല്ലാം തന്നെ ഹീറോയ്ക്ക് അവാർഡ് കിട്ടാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിനക്കത് കിട്ടും എന്ന് പറയുന്നുണ്ട്. പിറ്റേന്ന് ഹീറോ ഈ പെൺകുട്ടിയുടെ കയ്യിലെ മുറിപ്പാടുണ്ടായിരുന്ന ആ ഫോട്ടോ വീണ്ടും എടുത്ത് നോക്കും. ഇപ്രാവശ്യം ഇടത് വലത് കൈ, രണ്ട് കൈകളിലെയും ഫോട്ടോ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ അതൊരു കടിച്ച പാടല്ലേ എന്ന സംശയം ഉണ്ടാവും. അവനത് തന്റെ ഭാര്യയിൽ പ്രയോഗിച്ച് നോക്കും. രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് കടിച്ചു നോക്കുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന അതേപോലത്തെ മുറിവാണ് ഉണ്ടാവുക. ഭാര്യയുടെ കയ്യിൽ അത്രയും ആഴത്തിൽ കടിക്കുന്നില്ല, എന്നാൽ ആ മാർക്കിംഗ് വെച്ച് അതൊരു കടിച്ച മുറിവാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. ഒരു പഴയ ഡെന്റൽ കൂട്ടുകാരനെ വിളിച്ച് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കും. പുള്ളിക്കാരനും പറയും അത് ഹ്യൂമൻ ബൈറ്റ് തന്നെയാണെന്ന്. സോ ഹീറോ സീനിയർ അമ്മാവൻ പോലീസുകാരനെ കണ്ട് ഇതൊരു ബൈറ്റ് മാർക്ക് ആയിരിക്കുമോ എന്ന സംശയം എനിക്കുണ്ട്. മരിച്ച എക്സ് ഹസ്ബൻഡിന്റെ പല്ലടയാളം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ അവൻ തന്നെയാണോ ഈ കടിച്ചിരിക്കണേന്ന് മനസ്സിലാക്കും. അതല്ലെങ്കിൽ ഈ കൊലയിൽ മറ്റൊരാൾക്കാണ് പങ്ക്, അതെനിക്ക് ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയും ഹീറോ. സോ സീനിയർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ മരിച്ചുപോയ ആളുടെ ബോഡിയിൽ നിന്ന് ഇവര് പല്ലടയാളം എടുത്ത് നോക്കും. എന്നിട്ട് അത് ഡെന്റിസ്റ്റിന് അയച്ചു കൊടുക്കുമ്പോൾ ഡെന്റിസ്റ്റ് പറയും ഈ പെണ്ണിന്റെ കയ്യിലെ മുറിവിന് ആഴം പോരാ, അതുകൊണ്ട് തന്നെ ഇതേ പല്ലുകൊണ്ടാണോ കടിച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ കേസിൽ പുതിയ വഴിയൊന്നും തെളിയുന്നില്ല. അതുകൊണ്ട് ഇനി എന്താ ചെയ്യാം, നമുക്ക് ക്ലോസ് ചെയ്യല്ലേ എന്ന് ചോദിക്കും സീനിയർ പോലീസ്. ശരി, ക്ലോസ് ചെയ്യാം, വേറെ വഴിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ക്ലോസ് ചെയ്ത് തന്നെ വെക്കാമെന്ന് പറയും ഹീറോ. എന്നാലും ഹീറോയ്ക്ക് ഒരു തൃപ്തി ആയിട്ടില്ല. ഈ സമയത്താണ് ഡ്രഗ് അടിച്ച് വണ്ടി ഓടിച്ച ഒരു ചെറുപ്പക്കാരനെ പോലീസുകാരെ പിടിക്കുന്നു. വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ആക്കി. ഈ ആക്സിഡന്റ് ആക്കിയ കാറിനകത്ത് നിന്നും 13 കിലോ ഹെറോയിൻ പോലീസുകാർ കണ്ടെടുത്തിട്ടുണ്ട്. ഈ ന്യൂസ് ടിവിയിൽ കാണിക്കുമ്പോൾ ഹീറോ അതിലൊരു പൊതി കണ്ട് ഈ പൊതി ഞാൻ മറ്റെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് സംശയിക്കും. ഈ സമയത്ത് ആ മുടിയൻ ഈ വണ്ടിയിടിച്ച ചെറുപ്പക്കാരനെ അവൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അത് മറ്റാരുമല്ല, കാമുകന്റെ അമ്മച്ചിയില്ലേ, അമ്മച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്ന പയ്യനാണ്. അവരെ റിയൽ എസ്റ്റേറ്റില് അന്നേ ദിവസം രാത്രി ഈ റിയൽ എസ്റ്റേറ്റുകാരുടെ ഓഫീസ് ആരോ അറ്റാക്ക് ചെയ്ത് അകത്ത് കയറിയിട്ടുണ്ട്. അവര് പോലീസിനെ വിളിക്കും. പോലീസ് എന്താണ് കാണാതായത് എന്ന് ചോദിക്കുമ്പോൾ കാമുകൻ ചെറുക്കൻ പറയുന്നു അകത്തൊന്നും ഇമ്പോർട്ടന്റ് ആയ ഒന്നും തന്നെ പോയിട്ടില്ല, പക്ഷെ ആരാണ് അതിക്രമിച്ച് കയറിയത്, എന്താവശ്യത്തിനാണ് എന്നറിയില്ല. ഹീറോ രാത്രി ആ ഓഫീസിലിരിക്കുന്ന സമയം ഇവിടെ ഹീറോയുടെ വീടിനകത്തേക്ക് ആരോ അതിക്രമിച്ച് കടക്കുന്നു. ഇത് ഭാര്യ മനസ്സിലാക്കുന്നുണ്ട്. ഹീറോ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ തന്റെ കോമ്പൗണ്ടിനകത്ത് നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന കാണാം. ഇങ്ങനെ ഗണ്ണെടുത്ത് അകത്തേക്ക് ചെല്ലും. ഇവരെ പോണ്ട് പൊട്ടി വെള്ളം ഒഴുകുന്നതാണ്. തന്റെ ഭാര്യ ഗണ്ണും ചൂണ്ടി നിൽപ്പുണ്ടാവും. ആ ഗണ്ണിന് മുന്നിലായി നമ്മുടെ മുടിക്കാരൻ. അവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂളിലേക്ക് വെടിവെച്ചത്. താൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും ഹീറോ. അയാൾ പറയും എനിക്കൊരു പ്രധാനപ്പെട്ട വിഷയം തന്നോട് പറയാനുണ്ടായിരുന്നു, കാണിക്കാനുണ്ടായിരുന്നു. ആ കാമുകനും അവന്റെ അമ്മച്ചിയും അവരെ കൂട്ടത്ത് മറ്റൊരു കമ്പനിയും കൂടെയുണ്ട്. ഇവരെല്ലാം കൂടിയാണ് താൻ അന്വേഷിക്കുന്ന കേസ് ഉണ്ടാക്കിയത്. തനിക്ക് റൂഡി റക്കോസി ആരാണെന്നറിയോ? ഇന്ന് ഡ്രഗ് കേസിൽ പിടിക്കപ്പെട്ട ആ പയ്യൻ ആരാണെന്നറിയോ? സത്യം താൻ മനസ്സിലാക്കണം. സത്യം മനസ്സിലാക്കിയിട്ടും താൻ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ അവർക്കും തനിക്കും വ്യത്യാസമില്ല. ഇതവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സപ്പോർട്ടിനുള്ള പോലീസുകാർ എത്തിക്കഴിഞ്ഞു. അവർ ഈ മുടിയനെ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോകും. അയാൾ വിളിച്ചു പറയുന്നുണ്ട് എന്റെ അച്ഛനെ കൊന്നിട്ടാണ് അവർ ഞങ്ങളുടെ സ്ഥലം കൈക്കലാക്കിയത്. അന്നു മുതലേ ഞാൻ അവരുടെ നാശത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇത് പറഞ്ഞ അയാൾ പോയി കഴിയുമ്പോഴാണ് അയാൾ കൊണ്ടുവന്നൊരു പെൻഡ്രൈവർ ഹീറോയുടെ കയ്യിൽ കിട്ടുന്നത്. ഹീറോ ആ പെൻഡ്രൈവിലെ ഡോക്യുമെന്റ്സുകളെല്ലാം ചെക്ക് ചെയ്യും. അവര് വിറ്റ ഒരുപാട് വീടുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട് അതിനകത്ത്. പിറ്റേന്ന് ഓഫീസിൽ വന്ന ഹീറോ തനിച്ച് മാറി നിന്ന് വൈറ്റ് ഫിഷ് അസറ്റ്സ് എന്നീ കാമുകന്റെ കമ്പനി ആരുടെ കയ്യിൽ നിന്നാണ് വീടുകൾ വാങ്ങിക്കുന്നത്, ആർക്കാണ് വിൽക്കുന്നത് എന്ന ഡീറ്റെയിൽസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ അതിൽ 1-2 വീടുകൾ വിസിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ വൈറ്റ് ഫിഷ് കമ്പനിയെ കുറിച്ച് ഹീറോ ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റൊരു കൂട്ടുകാരനെ വിളിച്ച് അന്വേഷിക്കാൻ പറയുന്നുണ്ട്. അയാൾ അന്വേഷിച്ചിട്ട് പറയും ഈ വൈറ്റ് ഫിഷ് എന്ന കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്താണ് പ്രോപ്പർട്ടികൾ വാങ്ങുന്നതും വിൽക്കുന്നു. ആ കമ്പനിയുടെ പേര് ആക്റ്റീവ് ഡ്യൂട്ടി കൺസൾട്ടിംഗ് എന്നാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് സംശയം തോന്നി. അവൻ തന്റെ കീ ചെയിൻ എടുത്ത് നോക്കുക. മൊട്ട കൂട്ടുകാരൻ കൊടുത്ത ആ കീ ചെയിനിൽ ആക്റ്റീവ് ഡ്യൂട്ടി കൺസൾട്ടിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവൻ സ്റ്റേഷനിൽ ചെന്ന് അവസാനമായി ആ റൂഡി റക്കോസി എന്ന പയ്യന്റെ കയ്യിൽ നിന്ന് പോലീസുകാർക്ക് കിട്ടിയില്ലേ ഡ്രഗ്സിന്റെ പാക്ക്, അത് ചെക്ക് ചെയ്യും. അതിൽ ഈ മുട്ട ഒട്ടിച്ച സ്റ്റിക്കർ ഉണ്ട്. അപ്പൊ ഇതേ സെയിം ഡ്രഗ്സ് ആണല്ലോ മറ്റേ ആ കാമുകിയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്, എലിസന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്. ആ ഡ്രഗ്സ് ഒക്കെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഓഫീസർ പറയും അതെല്ലാം ഡിസ്പോസലിന് കൊണ്ടുപോയി എന്ന്.
ആരാണ് കൊണ്ടുപോയത്? മൊട്ട പോലീസുകാർ. ഹീറോ സ്റ്റേഷനിൽ നിന്നിറങ്ങി ഈ റൂഡി റക്കോസി എന്ന പയ്യന്റെ കോൾ ലിസ്റ്റ് എടുത്തുതരാൻ പറയും മറ്റൊരു രഹസ്യ പോലീസിന്റെ അടുത്ത്. ഈ സമയത്ത് ജയിലിൽ കിടക്കുന്ന മുടിയനെ ആരോ ബെയിലെടുക്കുന്നുണ്ട്. ബെയിലെടുക്കുന്ന ആളുടെ പേരറിയില്ല, ഊരും അറിയില്ല. എന്തായാലും ആള് പുറത്തു വന്നു. ഈ നേരം ഹീറോയ്ക്ക് റൂഡി റക്കോസിയുടെ കോൾ ലിസ്റ്റ് കിട്ടി. അതിൽ ആ പെണ്ണ് മരിക്കുന്ന ദിവസം 3586 എന്ന് അവസാനിക്കുന്ന നമ്പറിലേക്ക് 17 തവണ ഈ റക്കോസി വിളിച്ചിട്ടുണ്ട്. ഹീറോ ആ നമ്പർ എടുത്ത് വിളിക്കും. റിംഗ് അടിക്കുന്നുണ്ട്, പക്ഷെ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. നോക്കുമ്പോ ആ നമ്പർ കയ്യിലുള്ളത് ഈ പെണ്ണിന്റെ കാമുകന്റെ അടുത്താണ്, ആ നിരപരാധിയുടെ അടുത്ത്. സോ അന്നേ ദിവസം ഇയാള് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഭാര്യ കുത്തേറ്റ് പിടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അവള് മരിക്കാൻ കാരണം ഇവൻ തന്നെയാണ്. ഇവൻ റൂഡി റക്കോസിനെ വിട്ട് കൊല്ലിച്ചതായിരുന്നു. ഇപ്പൊ പ്രസന്റില് ആള് മുടിയന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. സോ മുടിയനെ ബെയിലിൽ പുറത്തെടുത്തത് നമ്മുടെ അണ്ണൻ തന്നെയാണ്. മുടിയൻ ഈ കാമുകന്റെ ഓഫീസിൽ നിന്ന് അവരുടെ രഹസ്യ വിവരമുള്ള പെൻഡ്രൈവ് അടിച്ചു മാറ്റി. അത് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവൻ വന്നിരിക്കുന്നത്. താൻ അത് തിരിച്ചു തന്നാൽ തന്നെ വെറുതെ വിടാം, കേസൊന്നും ഫയൽ ചെയ്യില്ല, ബറാബറായിട്ട് പോവാന്ന് പറയും കാമുകൻ. ഇതവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പുറകിലൂടെ ആരോ വരുന്നുണ്ട് ഈ മുടിയനെ പിടിക്കാൻ. ആരാന്നറിഞ്ഞില്ല. പിറ്റേന്ന് ഹീറോ മുടിയന്റെ വീട്ടിലേക്ക് വരും അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി. പക്ഷെ അവന്റെ വീട്ടിൽ ആരുമില്ല. അന്ന് വൈകിട്ട് ഭാര്യയുടെ കൂടെ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാമുകൻ 1-2 പെണ്ണുങ്ങളായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. കാമുകനോട് ഹീറോ സ്വകാര്യമായിട്ട് എന്തോ പറയും. അതെന്താണെന്ന് ഭാര്യയോട് ഹീറോ പറയുന്നില്ല. പിറ്റേന്ന് ഈ കാമുകനെയും വെയിറ്റ് ചെയ്ത് വലിയൊരു വീട്ടിൽ ഹീറോ കാത്തിരിക്കുന്നു. കാമുകൻ വരുന്നുണ്ട്. അയാൾ ഈ വീടിന്റെ അകമെല്ലാം ഹീറോയ്ക്ക് കാണിച്ചു കൊടുത്ത് ഇത്രയും വലിയ ഈ വീട് ഹീറോയ്ക്ക് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ച് അകത്ത മുറിയിൽ കൊണ്ടുപോയ ആ കാമുകൻ അവിടെ വെച്ച് തുരുതുര ഷൂട്ട് ചെയ്ത് ഹീറോയെ കൊല്ലുന്നു. ഞെട്ടി കണ്ണു തുറക്കുമ്പോഴാണ് താൻ കണ്ടതെല്ലാം സ്വപ്നമാണെന്ന് അവന് മനസ്സിലാവുന്നു. വെറുതെ നമ്മളെ പേടിപ്പിച്ചാണ്. ഇങ്ങേരെ ആ കാമുകനെ ഒന്നും കാണാൻ പോയിട്ടില്ല. അന്ന് ഹീറോയും ഭാര്യയും കൂടി അങ്കിളുടെ ബർത്ത്ഡേ പാർട്ടിക്കായി അങ്ങേരെ വീട്ടിലേക്ക് വരുന്നു. ഈ സമയത്ത് ഹീറോ മൊട്ടയോടൊന്നും സംസാരിക്കുന്നില്ല. മൊട്ട ദേഷ്യപ്പെട്ട് എന്താണ് എന്നോട് സംസാരിക്കാത്തത്, എന്നെന്തിനാ അവോയ്ഡ് ചെയ്യുന്നു, ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഹീറോയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവിടുന്ന് ഹീറോ അങ്കിൾ പോലീസുകാരന്റെ അടുത്ത് ചെന്ന് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് പറയും. എന്നിട്ട് പെൻഡ്രൈവ് എടുക്കാൻ നേരം അമ്മാവൻ നിന്റെ അവാർഡ് കൺഫേം ആയി, ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ നിനക്കത് കിട്ടും, $20,000 എക്സ്ട്രാ കൂടി കിട്ടാനുണ്ട്, നിനക്കിനി അധികം സർവീസിൽ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല, റിട്ടയർ ആവാം, സന്തോഷമായില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഹീറോ ഈ പെൻഡ്രൈവ് കാണിക്കുന്നില്ല. ഇതേ സമയത്താണ് മൊട്ട അങ്ങോട്ട് കടന്നു വരുന്നത്. അവരോടൊന്നും മിണ്ടാതെ ഹീറോ പുറത്തേക്ക് വരും, വീടിന് പുറത്തേക്ക്. അകത്തെല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാള് തനിച്ച് അമ്മാവന്റെ ഗ്യാരേജിലേക്ക് ചെല്ലാണ്. അവിടെ നോക്കുമ്പോ ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയ ആ പഴയ കാറ്, ഭാര്യ പറഞ്ഞ ആ കാറ്, അതവിടെ കിടപ്പുണ്ട് ഷെഡില്. പെട്ടെന്നാണ് അമ്മാവൻ അവന്റെ മുന്നിൽ വരാം. ഇതല്ലേ നമ്മൾ അന്വേഷിച്ച കാറ്, ക്രിസ്ലർ ഇംപീരിയൽ, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കും ഹീറോ. അതിന് അമ്മാവൻ ഞാനിത് മറ്റൊരാൾക്ക് വേണ്ടി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതാണ്, നിനക്കും ജൂഡിക്കും നല്ലൊരു ജീവിതമുണ്ട്, ഇനിയും ജീവിക്കണം നിങ്ങൾ സന്തോഷമായിട്ട്, ഈ കാര്യത്തിലൊന്നും നീ തല നുഴയ്ക്കാതെ വിട്ടേക്ക്, വിട്ടിട്ട് തിരിച്ചു പോ എന്ന് പറയാം അമ്മാവൻ. ഹീറോ ഒന്നും മിണ്ടുന്നില്ല, തിരിച്ചു പോകുന്നു. തന്റെ ഭാര്യയും വിളിച്ചവൻ തിരിച്ചു പോവുകയാണ്. ഭാര്യയ്ക്ക് സംശയമുണ്ട്, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഈ പോകുന്ന വഴിയെ ഇവരെ ഒരു പോലീസ് കാറ് നിർത്താൻ പറയുന്നു. ആ പോലീസിന്റെ ആക്ടിവിറ്റിയിൽ സംശയം തോന്നിയ ഹീറോ തോക്കെടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. പോലീസുകാരൻ അടുത്തേക്ക് വരും, മുഖമൊന്നും കാണുന്നില്ല. ബുക്കും പേപ്പറും ചോദിക്കുന്നു. നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സിഗ്നലിൽ നിർത്താതെ പോയി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിർത്തിയത്. ഈ കാർഡ് അത്ര ശരിയല്ല, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് പുറകെ വരാം, നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറയാം പോലീസുകാർ. അതൊരു സ്ട്രേഞ്ച് ആയ ബിഹേവിയർ ആണ്. എന്താണ് സംഭവിക്കണേ, വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്ന് ചോദിക്കും ഭാര്യ. അപ്പൊ ഹീറോ ആ ചോദ്യം നീ നിന്റെ അമ്മാവനോടാണ് ചോദിക്കേണ്ടതെന്ന് പറയും. ഇപ്പോഴാണ് ഹീറോ സംഭവിച്ച യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തന്റെ ഭാര്യയോട് പറയുക. സംഭവം വൈറ്റ് ഫിഷ് എന്ന് പറയുന്ന കമ്പനിയും മൊട്ടയുടെ കമ്പനിയും ടൈപ്പ് ഉണ്ട്. ഈ പോലീസുകാരെ ഡ്രഗ് കേസിൽ ഏതെങ്കിലും ഒരു വീട് പിടിക്കും, ഒരു പ്രോപ്പർട്ടി സീസ് ചെയ്യും, ഡ്രഗ്സ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് സീസ് ചെയ്യും. സോ ആ പ്രോപ്പർട്ടിയുടെ വില കുറയാണപ്പോ ആ സമയം നോക്കി വൈറ്റ് ഫിഷ് കാമുകനും അവന്റെ അമ്മച്ചിയും കൂടി ആ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു. ബ്രോക്കർമാരെ വെച്ച് അത് സെയിൽ ചെയ്യുന്നു. അങ്ങനെ അതിലുണ്ടായിരുന്ന ഒരു ബ്രോക്കറാണ് ഈ മരിച്ച പെൺകുട്ടി. അവൾക്ക് 70,000 കമ്മീഷൻ ഇവർ കൊടുക്കാന്ന് പറഞ്ഞു, പക്ഷെ കൊടുത്തിട്ടില്ല. ഈ കമ്മീഷൻ കൊടുക്കാത്തോണ്ട് തന്നെ അവളെല്ലാം പോലീസുകാരോട് പറഞ്ഞാലോ എന്ന സംശയം ഉണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് റൂഡി റക്കോസി എന്ന് പറയുന്ന പയ്യനെ വെച്ച് ഈ പെണ്ണിനെ ആ കാമുകനും അവന്റെ അമ്മച്ചിയും ചേർന്ന് കൊന്നത്. അവള് പഴയ ഭർത്താവിനെ കാണുന്നുണ്ടെന്നുള്ള ദേഷ്യവും ഈ കാമുകനുണ്ടായിരുന്നു. ഹീറോയോട് ഭാര്യ പറയും, അപ്പൊ നീ ഇതെല്ലാം എന്റെ അമ്മാവനോട് പറഞ്ഞോടെ. അത് കേട്ട് ഹീറോ, ഇല്ല, നിന്റെ അമ്മാവനും ഇതിൽ പങ്കുണ്ട്. ഒന്നുകിൽ നിന്റെ അമ്മാവൻ അവരെ സഹായിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങേർക്ക് നേരിട്ട് പങ്കുണ്ടാവും. കാരണം നീ പറഞ്ഞ കാറ് ഞാൻ അയാളുടെ ഗ്യാരേജിൽ വെച്ച് കണ്ടു, മറ്റൊരാൾക്ക് വേണ്ടി ഞാനത് സേവ് ചെയ്തിരിക്കുകയാണെന്നാണ് നിന്റെ അമ്മാവൻ പറഞ്ഞു.
ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മാവന്റെ കോള് വരുന്നുണ്ട്. അമ്മാവൻ, നീ കുഴപ്പത്തിലാണെന്ന് എനിക്കറിയാം. കാലത്ത് വീട്ടിലേക്ക് വായോ, നമുക്ക് സംസാരിക്കാം. നിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഞാൻ സോൾവ് ചെയ്ത് തരാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അമ്മാവൻ മുട്ടയോട് അവൻ ആരോടൊന്നും മിണ്ടില്ല, ഞാനതിന് വാക്ക് തരാം, ആർക്കൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് മുട്ടയ്ക്ക്. ഹീറോ ആണെങ്കിൽ അന്ന് രാത്രി തന്നെ ഇവരെ വലിയ ചീഫിനെ കണ്ട് ഡിപ്പാർട്ട്മെന്റിലെ പലർക്കും ഈ വീട് കച്ചവടത്തിലും ഡ്രഗ്സിന്റെ കച്ചവടത്തിലും പങ്കുണ്ട് എന്ന് പറയും. അതിനുള്ള എവിഡൻസ് ആണ് പെൻഡ്രൈവിലുള്ളത്. അത് കൊടുക്കുന്നുമുണ്ട്. പിറ്റേന്ന് ചീഫും ഹീറോയും കൂടി അമ്മാവന്റെ വീട്ടിലേക്ക് വരുന്നു. അമ്മാവൻ, നമുക്ക് മോളിൽ ചെന്ന് സംസാരിക്കാം, എല്ലാത്തിനും വഴിയുണ്ടാക്കാന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് പോകും. അപ്പൊ ചീഫ്, എനിക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം കാണാനുണ്ട്. ഹീറോ പറഞ്ഞത് സത്യമാണോ എന്ന് നോക്കണം. ഞാൻ ആ കാറ് നോക്കട്ടെ എന്ന് പറഞ്ഞ് മാറിപ്പോകും. ഇയാള് മാറിപ്പോകുന്ന സമയം അമ്മാവൻ ഹീറോയോട്, നീ ഇവിടുന്ന് പൊയ്ക്കോ, ഇനി ഇതിൽ ഇടപെടണ്ട, ഇപ്പൊ അവർക്ക് എല്ലാം അറിയാം, നീ അവരുടെ കയ്യിലാണ് പെൻഡ്രൈവ് കൊടുത്തത്, പൊയ്ക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട, അത് നിനക്ക് നല്ലതല്ല എന്ന് പറഞ്ഞ് അമ്മാവൻ മുകളിലേക്ക് കയറി പോകവേ ആരോ അമ്മാവന്റെ തലയ്ക്ക് ഷൂട്ട് ചെയ്ത് അമ്മാവനെ കൊന്നുകളയും. വെടിയൊച്ച കേട്ടുടനെ ചീഫ് ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ പുറത്ത് ഗണ്ണും വെച്ച് ഹീറോ നിൽപ്പുണ്ടാവും. ഈ ചീഫ് ഗണ്ണെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോ, വേണ്ട സാർ, വേണ്ട, നിങ്ങൾ ഗണ്ണെടുത്താൽ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും, ദയവേത് പറഞ്ഞതനുസരിക്കൂ, നിങ്ങൾക്ക് വേഗതയില്ല, ഇതിൽ ആർക്കൊക്കെയാണ് പങ്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും ചീഫ് ഗണ്ണെടുക്കാൻ ശ്രമിച്ചു. ഹീറോ അയാളുടെ തലയ്ക്ക് വെടി പൊട്ടിച്ചു. അടുത്തത് മുട്ട. അവൻ ഗണ്ണുകൊണ്ട് ഓടി വന്ന് നിപ്പുണ്ട്. അവനാണ് അങ്കിളിനെ കൊന്നത്. സോ ചീഫ്, അങ്കിള്, മുട്ട, പിന്നെ ഹീറോന്റെ ബഡ്ഡി പോലീസുകാരൻ, ഇവർക്കെല്ലാം പങ്കുണ്ട്. ബഡ്ഡി പോലീസുകാരനാണ് തന്റെ കയ്യിലെ ഗണ്ണ് കൊടുത്ത് പഴയ ഭർത്താവിനെ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു വിട്ടത്. എന്നാൽ ഹീറോ അറിയാതെ അവനെ ഷൂട്ട് ചെയ്ത് കൊന്നു. ഇവിടെ ഇപ്പൊ ഹീറോയുടെ തലയ്ക്ക് പൊട്ടും എന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്താണ് കുട്ടികൾ കളിച്ചൊരു കളിപ്പാട്ടം വന്ന് ഗ്ലാസ്സിൽ മുട്ടുന്നു. ഒരു സെക്കൻഡ് മുട്ടയുടെ ശ്രദ്ധ തെന്നിയപ്പോഴേക്കും ഹീറോ ചറപറാന്ന് അവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി കഴിഞ്ഞു. ഒരു വെടി ഹീറോയുടെ നെഞ്ചത്തും കൊണ്ടിട്ടുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ കുറെ പോലീസുകാര് ഈ കാമുകനെയും അവന്റെ അമ്മച്ചീനെയും പിടിക്കാൻ ചെല്ലുന്നുണ്ട്. സോ മെയിൻ കുറ്റവാളികളെല്ലാം പിടിക്കപ്പെട്ടു, കുറച്ചുപേര് മരിച്ചും പോയി. ഇങ്ങനൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചല്ല. എന്തായാലും നമ്മുടെ ഹീറോയ്ക്കൊന്നും സംഭവിച്ചില്ല. ഭാര്യയുണ്ട് കൂടെ. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കിച്ചണിലെ പൈപ്പ് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ കൈ കഴുകുന്ന സമയം ഈ സിനിമ അവസാനിക്കുകയാണ്. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.